എന്നല്ല, ഇവിടെ വന്നാലൊരു ജീവിതത്തിലൊരു റിസൾട്ട് ഉറപ്പായിട്ടോ എല്ലാവർക്കും കിട്ടും. ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് റിസൾട്ട് തന്നു. പ്രാർത്ഥനാലയം ഒരുക്കുന്ന മനുഷ്യരക്ഷാ ധ്യാനം. ഞാനവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോൾ എൻ്റെ ശരീരം ആകെ വറച്ച് നിൽക്കിയിരുന്നു. എന്തോ ഈ നെറ്റിയുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്തോ ഭാരപ്പെട്ട് എന്തോ കനത്തിലിങ്ങനെ ഇറങ്ങി വരുന്ന പോലെ ഇരുന്നു. അടുത്ത ധ്യാനം സെപ്റ്റംബർ 1 മുതൽ 6 വരെ. എനിക്കിപ്പോൾ ഈ കണ്ണിന് കാഴ്ച കുറവായി ഇപ്പം ഓപ്പറേഷൻ ചെയ്യുന്നുള്ള സ്ഥിതിയിലായിരിക്കുകയാണ്. എനിക്ക് ദേഹത്തിൽ തൊട്ടപ്പോൾ തന്നെ എനിക്ക് തലയിൽ നിന്ന് എന്തോ ഇങ്ങനെ ഇറങ്ങി താഴോട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നി. നിൽക്കുമ്പോൾ എൻ്റെ എന്തോ എനിക്ക് ഭാരം ശരീരത്തിൽ നിന്ന് കുറഞ്ഞതുപോലെ എന്നെ തന്നെ എനിക്ക് പിടിക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയി. ശരീരത്തിൽ വേദനകളൊക്കെ ഉള്ള ഒരു ദേഹമാണ് എൻ്റെ. അതിനൊക്കെ കുറേ വ്യത്യാസം വന്നതുപോലെ എനിക്ക് വലിയൊരു പ്രകാശം വന്ന് അങ്ങനെ ശരീരം മുഴുവൻ അങ്ങ് വിറയ്ക്കണ മാതിരി ഒരു അനുഭവം എനിക്ക് തോന്നുന്നു. ഭയങ്കരം ഒരു ഭാരമായിട്ടായിരുന്നു ഞാൻ വന്നത്. അതെല്ലാം നിസ്സാരമായി തള്ളിപ്പോയി. 2 വർഷത്തിന് ശേഷമാണ് ആദ്യമായിട്ടാണ് ഞാൻ ഒന്ന് ഹൃദയം തുറന്ന് ഇവിടുന്ന് ആരാധിച്ച് ദേവാസിന്റെ വായിൽ നിന്ന് വന്ന ആ ദൈവാലോചനയും പിതാവിന്റെ ആ സ്നേഹത്തെക്കുറിച്ചും ആ സാന്നിധ്യത്തെക്കുറിച്ചും ആ മഹത്തേറിയ വാക്കുകളെ കുറിച്ച് സംസാരിച്ചപ്പോൾ എൻ്റെ ഹൃദയം ഭയങ്കരമായിട്ട് നിറഞ്ഞു. ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ. ഭയങ്കര സന്തോഷം. ഇവിടെ 5 ദിവസത്തെ ധ്യാനവും കൂടി ഒത്തിരി മാനസികമായിട്ട് സന്തോഷത്തോടെയാണ് പോകുന്നത്. ഞാൻ പല ശുശ്രൂഷയിലും പങ്കെടുക്കുന്ന ഒരാളാണ്. പക്ഷെ അങ്ങനെ ഇന്നൊപ്പം എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷത്തിന് ഇടവന്നു. ഞാനിവിടെ വരുമ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. ധ്യാനം കേട്ടതിന് ശേഷം ഒരുപാട് നിധി എനിക്ക് കിട്ടി. ഞാൻ വളരെ സന്തോഷത്തോടുകൂടെയാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയിൽ എനിക്ക് കർത്താവായ യേശുക്രിസ്തു എൻ്റെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ട് ഇറങ്ങി വന്ന എൻ്റെ തലയെ കൈവച്ച് എന്നെ അനുഗ്രഹിച്ചു. നിന്റെ കാര്യങ്ങളെല്ലാം സാധ്യമായിരിക്കുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ കരഞ്ഞ് കാല് പിടിച്ച് യേശുക്രിസ്തു ഇവിടെ നിൽക്കണമായിരുന്നിട്ട് ഞാൻ അവിടെ മുട്ടുകുത്തി കാല് പിടിച്ചമാര് ഞാൻ അങ്ങോട്ട് പോയി. എൻ്റെ കാര്യങ്ങളെല്ലാം സാധിക്കും. ഈ അവസരം നഷ്ടമാക്കരുത്.